വിശദമായി പറയുകയുണ്ടായി. അത് ആവർത്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ 4 വർഷമായി തിരുവനന്തപുരം ജില്ലയ്ക്ക് ശക്തമായ ഒരു അടിത്തറ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് DCC തലത്തിലും ബ്ലോക്ക് തലത്തിലും മണ്ഡലം തലത്തിലും വാർഡ് തലത്തിലും ബൂത്ത് തലത്തിലും ഇന്ന് ഈ പാർട്ടി ശക്തമാണ്. അത് ഈ ഗവൺമെന്റ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം നിങ്ങൾക്കറിയാം. ആ 4 ഉപതെരഞ്ഞെടുപ്പിലും അതിനു മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനേക്കാൾ വൻ ഭൂരിപക്ഷത്തിലാണ്, 2 ഇരട്ടിയും 3 ഇരട്ടിയും 4 ഇരട്ടിയും ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസിന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ. ഇവിടെയും സ്ഥിതി മറിച്ചല്ല. അവിടെ എന്തുകൊണ്ട് ഇത് വിജയിച്ചു എന്ന് ചോദിച്ചാൽ, തെരഞ്ഞെടുപ്പിന്റെ 3-4 മാസത്തിന് മുൻപ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ശക്തമായ അടിത്തറയുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയതുകൊണ്ടാണ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ, അസംബ്ലി ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വൻ ഭൂരിപക്ഷം കരസ്ഥമാക്കി. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ശക്തമായ മുന്നൊരുക്ക പ്രവർത്തനം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാർട്ടിയെയും UDFനെയും തിരുവനന്തപുരം ജില്ലയിൽ വൻ വിജയമുണ്ടാക്കുന്നതിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പാർട്ടി വളരെ ശക്തമാണ്. കോൺഗ്രസ് പാർട്ടി ഈ ജില്ലയിൽ സംസ്ഥാനത്തുള്ളതുപോലെ ഈ ജില്ലയിലും വളരെ ശക്തമാണ്. താഴെ അറ്റം വരെയുള്ള മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി ഇപ്പോൾ പ്രവർത്തിക്കുന്നു. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഗ്രൂപ്പില്ലാത്ത നല്ല പ്രവർത്തനം നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. അത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിന്റെ സുവർണ കാലഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിൽ ഞാൻ എല്ലാ കോൺഗ്രസ്സുകാരുടെയും പ്രവർത്തനത്തെ ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ്. നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതോടൊപ്പം ഒരു കാര്യം പറയട്ടെ, ഈ 4 വർഷമായി നല്ല പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ശ്രീ പാലോട് രവിയെ ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി, തിരുവനന്തപുരം DCCക്ക് വേണ്ടി ഹാർദവമായി അഭിനന്ദിക്കുകയാണ്.